നമ്മൾ ഈ ഒരു എക്സസൈസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും നോട്ട് ഈവൻ സിംഗിൾ ഒരാൾ പോലും ലോസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കോൺഫിഡൻസ്. അത് ഞാനിതുവരെ എൻ്റെ എത്രയും കാലത്തിനിടയിൽ ഒരാൾ പോലും ലോസ് ഉണ്ടാക്കാത്ത അല്ല ലോസ് ഇല്ലാത്തൊരു ബിസിനസ് കണ്ടിട്ടില്ല. ലോസ് ഇല്ല മാത്രമല്ല എല്ലാ ആൾക്കാരും ആദ്യം ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് തുടക്കത്തിൽ ചിലപ്പം ഈ ചാർട്ട് നമുക്കൊരു 8-9 മണിയാകുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ചാർട്ട് വരും. ആ ചാർട്ട് വന്നതിന് ശേഷം ആ ചാർട്ട് നോക്കി നമുക്ക് ആദ്യം ഫസ്റ്റ് ബൈ ചെയ്തതിന് ശേഷം ആ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്, അതിൻ്റെ അതിർത്തിയാണ്, അതിൻ്റെ ബൗണ്ടറിയാണ്. ആ ബൗണ്ടറിക്കകത്ത് നിന്ന് കളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സാർ തന്നെ പറയാറുണ്ട്, നമുക്ക് ഏത് പ്രൈസിനും വാങ്ങാം. ഏത് പ്രൈസിനും വാങ്ങിയാലും റൂളുകൾ ഒരിക്കലും വയലേറ്റ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 10% വാങ്ങാവുള്ളൂ, ടോട്ടൽ ഇട്ടിരിക്കുന്നതിന് 10% വാങ്ങാവുള്ളൂ. നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്കിത് മൊത്തം ഒരു പ്രാവശ്യത്തേക്ക് മൊത്തം എമൗണ്ട് അങ്ങ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് അങ്ങ് പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് നിർത്താമെന്ന് വിചാരിക്കും. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഓർത്തിരിക്കുക. നമ്മളെപ്പോലെ അങ്ങനെയുള്ളവരാണ് പുറത്ത് സാധാരണ ട്രേഡ് ചെയ്യുന്നവർ. പുറത്ത് ട്രേഡ് ചെയ്യുന്നവരൊക്കെ വരെ അവർക്ക് ഇതുപോലെ പറഞ്ഞു കൊടുക്കാനോ കയ്യെ പിടിച്ച് ചെയ്യിക്കാനൊന്നും ആരുമില്ല. അവർ അന്നേരം കാണുന്ന ഇതിനൊക്കെ അനുസരിച്ച് ചുമ്മാ ചാടിക്കയറി ഇൻസ്റ്റൻ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് ലോസ് സംഭവിക്കുന്നതും പല ആൾക്കാരും ട്രേഡിങ്ങിൽ നഷ്ടമെന്ന് പറയുന്നതിൻ്റെ റീസൺ. ഇവിടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്. നമുക്ക് ഇതുപോലത്തെ കോച്ചിങ് നമുക്ക് കിട്ടിയിട്ട് പിന്നെ എഗെയിൻ നമ്മൾ മണ്ടത്തരങ്ങൾ കാണിക്കരുത്. അതുകൊണ്ട് ചില ആൾക്കാർ അങ്ങനെ കാണിച്ചിട്ടുള്ളവരാണ് അതാ പറഞ്ഞ കല്ലിലിരിക്കുമായിരുന്നു പറഞ്ഞത്. അതായത് പ്രൈസ് ഏറ്റവും ബുള്ളിൽ നിൽക്കുന്ന സമയത്ത് ഇനി മുകളിലേക്ക് പോകുമായിരിക്കും ഓർത്ത് മൊത്തം ഫണ്ട് എടുത്ത് പർച്ചേസ് ചെയ്താൽ നമ്മൾ സ്റ്റക്കാവും. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള, എല്ലാ ദിവസവും ഓരോ % കിട്ടിയാൽ പോലും എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാസം 30% ആവും. അതേ സ്ഥാനത്ത് നമ്മൾ 10 ദിവസം ട്രേഡ് ചെയ്തു 20 ദിവസം കല്ലിലിരിക്കുകയാണെങ്കിൽ ഒരിക്കലും 30% പ്രോഫിറ്റ് എത്തുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പർച്ചേസ് ചെയ്യുക, അല്ല അന്നേരം ഇൻസ്റ്റൻ്റായിട്ടൊരു ഡിസിഷൻ എടുത്ത് പോകാതിരിക്കുക. നമ്മളിവിടെ പറഞ്ഞിരിക്കുക റൂളുകൾ വയലേറ്റ് ചെയ്യാതിരിക്കുക. ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു ഡ്രൈവിങ്ങിലാണെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട നിയമങ്ങളുണ്ട്. വൺ വേ തെറ്റിച്ച് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല. വൺ വേ തെറ്റിച്ച് പോയി ഒരു ദിവസം ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, അടുത്ത ദിവസം എന്തെങ്കിലും നമ്മൾ സൂപ്പർ ഫാസ്റ്റിന് മുമ്പിലേക്കായിരിക്കും നേരെ ചെല്ലുന്നത്. അപ്പോൾ അതിന് പോകാതിരിക്കുക. അതുപോലെ നമ്മുടെ യെല്ലോ ലൈൻ മാർക്കുള്ളിടത്ത് നമ്മൾ അതിനപ്പുറം കിടക്കരുത്. മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്. ഇങ്ങനെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് ഓടിക്കുക. ഇവിടെ പഠിപ്പിക്കുന്നത് 101% സേഫായിട്ടുള്ളതും ഒരാൾക്ക് പോലും പൈസ പോകില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. ഗ്രാജുവലായിട്ട് ഒരു 3 മാസത്തെ ടൈമിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളൊരു 5% പെർ ഡേ. ഇപ്പോൾ 5% പെർ ഡേ എന്ന് പറഞ്ഞാൽ മാസം 150%. അതായത് 1 ലക്ഷം രൂപയായിട്ട് ചെയ്യുന്നൊരവസ്ഥ എത്തിയാൽ 1.5 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപ കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. ഏറ്റവും ഇതായിട്ട് പോയാൽ പോലും, ഏറ്റവും സ്ലോ പേസിൽ പോകുന്ന ഒരാൾ പോലും ഒരു 30% പ്രോഫിറ്റ് പോകാമെന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ചെയ്യും. ആലോചിച്ചൊക്കെ വേറെ എന്തിനകത്ത്. മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുള്ള സാധാരണ ഏതൊരു ബിസിനസ്സിലും, അതായത് ക്യാഷ് ഓൺ ക്യാരി, കാരണം ഇത് ക്യാഷ് ഓൺ ക്യാരി എന്ന് പറയാൻ പറ്റും, ക്യാഷ് ഓൺ ക്യാരി പോലുമല്ല, അതിനേക്കാൾ ഫാസ്റ്റാണ്. ഞാൻ ഇപ്പം സാധാരണ മാർക്കറ്റിലുള്ളത് ഇപ്പോൾ സിഗരറ്റിനൊക്കെയാണ് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് സാധനങ്ങളിനകത്താണ് 1% ഒക്കെ മാർജിനുള്ളത്. ആ 1% മാർജിനാണ് ആകെ കൂടി ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ദിവസം 5% മാർജിൻ ഉണ്ടാക്കാം, അല്ലാതെ കൂടുതലുണ്ടാക്കാം. 5 ഒന്നുമല്ല, 5 to 10% നമ്മളൊരു എക്സ്പെർട്ടായിട്ടുണ്ട്. 5 to 10% പെർ ഡേ നമുക്ക് ഇൻകം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇവിടെയുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു $100 ഇട്ടിട്ട് അതിനകത്ത് മൊത്തം പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. അതെപ്പോഴും ഓർത്തിരിക്കുക. $50, $100, $200 ഇട്ട് ചെയ്യുന്ന ആൾക്കാർ $100 ഭയങ്കരമായ പ്രോഫിറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ $100 ഇപ്പം നമുക്ക് 2% മാർജിൻ കിട്ടിയാൽ $2 180. മോശമെന്നല്ല പറയുന്നത്, അതിനുവേണ്ടി അല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് മറന്നു പോകാതിരിക്കുക. ചില ആൾക്കാർ വന്നിട്ട് $100 ഇട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, അതിനുവേണ്ടി നോക്കിയിരിക്കാൻ അവർക്ക് ചിലപ്പോൾ താല്പര്യം വരികയില്ല. അങ്ങനെ ആയിരിക്കരുത്. നമ്മളൊരു സ്കില്ല് പഠിച്ചെടുക്കാൻ വന്നിരിക്കുന്നതാണ്. നമുക്ക് കൂടുതൽ സീരിയസ് ആണ്, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സീരിയസ് ആവുള്ളൂ. പക്ഷേ നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതെന്നുള്ള അതേ ഗൗരവത്തോടു കൂടി നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ച് പൈസ കൂടി ഇതിനകത്ത് ഗാഡി കഴിഞ്ഞാൽ മതി. എത്ര % നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചു എന്നുള്ളതിനകത്താണ് ഇതിനകത്ത് ഗെയിം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യുക. എവരിഡേ ഇമ്പ്രൂവ് ചെയ്യുക. ലേണിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. എവരിഡേ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എവരിഡേ നമ്മൾ കോമ്പിറ്റൻസിയും ക്യാരക്ടറും ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയും. കോമ്പിറ്റൻസി എന്തിനകത്തൊക്കെയാണ്? നമ്മളുടെ സ്കില്ലുകൾ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ സ്കില്ലായിട്ട് നമ്മളെ ട്രേഡിങ്ങിൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ടീം ബിൽഡ് ചെയ്താലാണ്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിവിജ്വൽ പെർഫോമൻസിനാണ്. മറ്റേത് ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്താലും ട്രേഡിങ്ങിനകത്ത് നമ്മളിപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ വെച്ച് ഹൈ പ്രോഫിറ്റാണ് മറ്റേത് ബിസിനസ്സിനെ വെച്ച് ഏത് കമ്പയർ ചെയ്താലും. പക്ഷേ അതിൻ്റെ അതേ ഇൻറ്റു 100 അതേ ഇൻറ്റു 1000 ആണ് നമ്മൾ ടീം ബിൽഡ് ചെയ്താൽ കിട്ടുന്നത്. ടീം ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഇത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇടത്തെ കൈ കൊണ്ട് ട്രേഡ് ചെയ്യുക, വലത്തെ കൈ കൊണ്ട് ടീം ബിൽഡ് ചെയ്യുക എന്ന് പറയും.
അതായത് ട്രേഡിങ് നമ്മൾ മന്ത്ലി നമ്മുടെ എക്സ്പെൻഡിച്ചർ കവർ ചെയ്യുക. ഇങ്ങനെ ഒരു ബാലൻസ് കറക്റ്റ് ഉണ്ടാക്കിയാൽ മതി. മാസം നമ്മൾ 50,000 രൂപ വേണ്ട ആൾക്കാർ 50,000 രൂപയുടെ പ്രോഫിറ്റ് ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കുക. വലിയ അസറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ടീം ബിൽഡ് ചെയ്യുക. ഇത് രണ്ടും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത് കൂടുതൽ ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. കൂടുതൽ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുമ്പം നെഗറ്റീവുകൾ ഓഫ് കോഴ്സ് നമ്മൾ നോ കേൾക്കേണ്ടി വരും. ഈവനിങ് നമ്മുടെ പ്രോഗ്രാമുണ്ട്, ആൾക്കാരെ വിളിച്ചാൽ ചിലപ്പോൾ എല്ലാവരും വരണമെന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. സെയിൽസിൽ എന്ന് പറയുന്നൊരു ഇതാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആൾക്കാർ, നമ്മൾ കാണുന്ന കുറേ നോ കേൾക്കുന്നവരെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഡിസിഷൻ എടുത്താൽ നമ്മളുടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് ഇതെത്തും. നമ്മൾ ശക്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴിവോ നമ്മുടെ അറിവോ സാധനങ്ങളോ ഒന്നുമില്ല, നമ്മുടെ കൺവിക്ഷൻ, നമ്മുടെ ബോധ്യമാണ് നമ്മൾ വേറെ പറയുമ്പം വേറൊരാൾക്ക് മനസ്സിലാകുന്നത്. അപ്പം നമ്മുടെ ബോധ്യം, അതായത് സെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ട്രാൻസ്ഫറൻസ് ഓഫ് ഫീലിംഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഫീലിംഗ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് കണ്ടൻ്റ് അല്ല പ്രധാനം. നിങ്ങളുടെ ബോധ്യം വേറൊരാളോട് പറഞ്ഞാൽ ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടില്ല. ഇപ്പം ഇന്ന് രാവിലെ 7:30 സമയമാണ് എന്ന് പറഞ്ഞാൽ ഒരാളെ ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടോ? കാരണം അതാണ് റിയാലിറ്റി, അതാണ് സത്യം. അതിനകത്ത് വലിയ മാർക്കറ്റിംഗ് സ്കില്ലിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറയുന്ന പരമാർത്ഥമാണ്, സത്യമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് വേറൊരാൾ പറയുമ്പം അവർക്ക് ആ ഫീല് കിട്ടും. അതിൽ നിന്നാണ് വേറൊരാൾ ബോധ്യപ്പെടുന്നത്. അല്ലാതെ നമ്മൾ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ടോ ഒന്നുമല്ല ഒരാൾ വരുന്നത്. നമ്മുടെ ബോധ്യം നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് ആ സൗണ്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സെയിൽസിൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റൊരാളെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ബോധ്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുക, കൂടുതൽ ആൾക്കാരെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കൂടുതൽ ആൾക്കാരെ പ്രോസസ്സ് ചെയ്യാൻ മാത്രമേ മാർഗ്ഗമുള്ളൂ. ആർക്കാ നീഡെന്ന് നമുക്കറിയാൻ മേല, ആർക്കാണ് വിശപ്പെന്ന് നമുക്കറിയാൻ മേല. അപ്പോൾ സെയിൽസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്നലെയും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, നമ്മളൊരു തർമ്മക്കാരൻ്റെ ആറ്റിറ്റ്യൂഡെങ്കിലും ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു ലോട്ടറി വിൽക്കുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡെങ്കിലും നമ്മൾ ഉണ്ടാക്കുക. അതായത് ഒരു തർമ്മക്കാരൻ പ്ലേറ്റ് ആരാണ് പൈസ തരുന്നത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അവരുടെ മുമ്പിൽ കൊണ്ട് പ്ലേറ്റ് കാണിച്ചാൽ മതിയായിരുന്നു. ആരാന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണ് അദ്ദേഹം നമ്പർ പ്രോസസ്സ് ചെയ്യുന്നത്. കൂടുതൽ നമ്പർ പ്രോസസ്സ് ചെയ്യുമ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നവരുടെ എണ്ണം കൂടും. കൂടുതൽ ഒരു ലോട്ടറിക്കാരന് ആരും അവർ IIM പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടല്ല. കൂടുതൽ ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കുമ്പോഴത്തേന് അതിനകത്ത് 10 നോ കേൾക്കുന്നതിനകത്ത് 1 ഏസ് വരും. ആ ഏസാണ് അവരുടെ വൈകുന്നേരത്തെ പ്രോഫിറ്റ്. അത് കൂടുതൽ ഏസ് കിട്ടണമെങ്കിൽ കൂടുതൽ ആൾക്കാരെ പ്രോസസ്സ് ചെയ്യാം.